ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്നൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ കുടിയിരിക്കലാണെന്ന്. അതുകൊണ്ട് 4 മണിക്കാണ് പരിപാടി തുടങ്ങുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കക്ക് പോവുകയാണ്. കോട്ടക്കൽ പുതുപ്പറമ്പിലാണല്ലോ എൻ്റെ വീട്. അപ്പോൾ പുതുപ്പറമ്പിൽ തന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറം എത്തിക്കണേ, ബസ്സിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടൊക്കെയാണ് പോണത്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടെ നേരിട്ട് ബസ്സുണ്ട്. ആ ബസ്സിനെ കയറിയാൽ മഞ്ചേരിയിൽ എത്തിയാൽ വീണ്ടും മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കക്ക് 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബസ്സും കൂടി കയറിയാൽ എൻ്റെ വീട്ടിലേക്ക് എത്തിട്ടാ. 3 ബസ്സാണ് കയറാനുള്ളത്. അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പോൾ കൊണ്ടുവരാൻ വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം വണ്ടിക്ക് ഇങ്ങനെ പോരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ SLC ബാച്ച് സ്കൂളിൽ പഠിച്ച എല്ലാ ഫ്രണ്ട്സുകളും അവിടെ എത്തും. കാരണം നമ്മുടെ ബാച്ചിൽ പെട്ട ഒരു സുഹൃത്തിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഉള്ളത്. അപ്പോൾ കോട്ടക്കൽ നിന്ന് ഞങ്ങൾ പുതുപ്പറമ്പ് ബസ്സിൽ കയറി. പുതുപ്പറമ്പ് ബസ് കയറിയപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് കോട്ടക്കൽ. മഞ്ചേരിത്തെ അത്ര ഒരു റോഡ് അത്ര ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഇഷ്ടംപോലെ ഒരുപാട് വാഹനങ്ങളും ഉണ്ടാവും. നല്ലൊരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ എത്തിയതിന് ശേഷമാണ് നമ്മളെ പുതുപ്പറമ്പ് വീട്ടിലേക്ക് നമ്മളെത്തുക. 5 കിലോമീറ്റർ യാത്ര ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മഞ്ചേരിയിൽ നിന്ന് തോട്ടുപോയിൽ എന്ന സ്ഥലത്തേക്കും 5 കിലോമീറ്ററിനാണ് യാത്ര ഉള്ളത്. ടോട്ടൽ 36 കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. അതായത് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച വീട് വരെ 36 കിലോമീറ്റർ യാത്ര ഉണ്ട്. ആദ്യമൊക്കെ ആഴ്ചയെ ഞങ്ങൾ വന്നിന് കേട്ടോ. ഇപ്പോൾ പിന്നെ ഒഴിവിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ വരും. സഫമോൾക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട് എപ്പോഴും വരാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ആയുർവേദ കോളേജ് വഴി പുതുപ്പറമ്പ് എത്തി. അപ്പോൾ വൈകുന്നേരം അസറൊക്കെ നമസ്കരിച്ചതിന് ശേഷം ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട് കാണാൻ വരികയാണ് കേട്ടോ. 4 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങിയത്. മഗ്‌രിബ് വരെ, അത് കഴിഞ്ഞതിന് ശേഷം രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെത്തിയ സമയത്ത് വല്ലാതെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള അങ്ങനത്തെ ടീ ഐറ്റംസ്, അതിനൊക്കെ അതുപോലെ ഇങ്ങനെ തീ കത്തിച്ച് റെഡിയാക്കണേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ് ആണ്. ഫുള്ള് മൊത്തത്തിൽ നല്ല എല്ലാ സൗകര്യങ്ങളും പിന്നെ എല്ലാ ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും ഡ്രിങ്ക് തരുന്നുണ്ട്. ഒരു 4 മണിക്ക് മൗലൂദിനു. ആ മൗലൂദ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഹോർലിക്സോ ബദാം അതുപോലത്തെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിന്. പിന്നെ ഇവിടെ പോപ്കോൺ ഉണ്ട്. അതും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ഫുഡ് കഴിച്ച് വന്നിട്ടൊക്കെ ഇങ്ങനെ അത് കഴിക്കാം. അതുപോലെ തന്നെ അവർ വീട്ടിൽ നല്ലൊരു ഊഞ്ഞാൽ ഇതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് അത് സെറ്റാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആടാനും ഇതിനൊക്കെ ഉള്ള നല്ല അടിപൊളിയാണ് ഈ ഒരു സംഭവം. അങ്ങനെ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ശരിക്കും വീടൊക്കെ ഒന്ന് ശരിക്കും കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയപ്പോഴത്തെ സിറ്റ് ഔട്ടിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ ഇവിടെ ഇങ്ങനെ സോഫ ഇങ്ങനെ ഇട്ടിക്കാണ്. പിന്നെ പഴയ പോലെ ലിവിങ് റൂമിന് സെപ്പറേറ്റ് ഡൈനിങ് ഹാൾക്ക് ഒരു ചുമരായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഒരു ഹാഫ് പോർഷന് മാത്രമേ ഉള്ളൂ ലിവിങ് റൂമിൽ നിന്ന് ആ ഭാഗത്തേക്ക്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഡൈനിങ് ഹാള്. കണ്ടില്ലേ, തീരെ ശരിക്കൊരു മറവ് ഇല്ല, അങ്ങനെ ഓപ്പണായിട്ട് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ചെയറിൻ്റെ ഒക്കെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ടേബിളാണെങ്കിൽ നല്ല മാർബിൾ പോലത്തെ ശരിക്കും നല്ല കനമുള്ള നല്ല വൈറ്റ് മാർബിളാണ് ഈ ഒരു ടേബിൾ ടോപ്പ് സംഭവം. ഇവൻ്റെ ഷോപ്പ് തന്നെ ഇട്ടത് സംഭവം കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കണം. അതുപോലെ ഇനി കിച്ചണിക്ക് നമുക്ക് ഫസ്റ്റ് കിടക്കാം. ബെഡ്റൂമിലൊക്കെ ആളായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതാണ് കിച്ചൺ. അത്യാവശ്യം വിശാലമായ രീതിയിലുള്ള ഒരു ഹാൾ. ഇവിടെ തന്നെ നല്ല വൈറ്റ് മാർബിളിൻ്റെ ടേബിളാണ്. പിന്നെ ഈ ചെയറൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ്, ഫുള്ള് വൈറ്റാണ്. ഇവിടെയൊക്കെ ടൈൽസോ മാർബോണേറ്റ് എന്തോ കൊടുത്തിരിക്കണേ. പിന്നെ അലമാര എന്ന് പറഞ്ഞാൽ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ കണ്ടില്ലേ, മസാല ബോക്സും കാര്യങ്ങളും അതൊക്കെ വെക്കാനൊക്കെ ഉള്ളത് ഈ ഒരു ഏരിയയാണ്. പിന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ് അടുപ്പൊക്കെ ഉള്ളത് കേട്ടോ. അത് പാല് കാച്ചലും ഇതൊക്കെ ചടങ്ങ് കഴിഞ്ഞ് സംഭവം നമ്മളെ സാധാരണ ആലുവ അടുപ്പ് തന്നെയാണ്. പിന്നെ ഗ്യാസ് അടുപ്പ് ഇതാണ്. പിന്നെ ഇവിടെ സിങ്ക് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ റൂം ഒന്ന് പോയി നോക്കാം. സ്റ്റോർ റൂം ഇതിൻ്റെ അപ്പുറത്തായിട്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ അവർ ഇങ്ങനൊരു കബോർഡ് കാണുന്നുണ്ട്. പ്ലേറ്റ്സൊക്കെ ഇങ്ങനെ വെക്കാനുള്ള ഗ്ലാസിൻ്റെ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്ലേറ്റ്സൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
പിന്നെ അതുപോലെ ഫ്രിഡ്ജ് അതൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ റാക്കുണ്ട്. അതുപോലെ വീണ്ടും ഒരു ഗ്ലാസിൻ്റെ ഒരു വുഡിലുണ്ടാക്കിയ അലമാര. ഇത് നല്ല സെറ്റപ്പ് ഇട്ടാ. ഇത് സംഭവം നല്ല അച്ചാറുകളും ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനത്തെ ഒക്കെ വെക്കാനൊക്കെ പറ്റിയ, പിന്നെ ഗ്ലാസ് അതൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അലമാര. ശരിക്കും കാണാം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഇത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇതാണ് സ്റ്റോർ റൂം. പിന്നെ ഒരു വീടിന് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഇതിലാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുള്ളത്. അതായത് ഇന്നിപ്പോൾ കുടിയിരിക്കലിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങനെ അങ്ങോട്ട് വെച്ചതായിരിക്കും. ഇനി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ടാവുമല്ലോ. ഇപ്പം അങ്ങോട്ട് കുടിയിരുന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ മുകളിലേക്ക് കയറി നോക്കട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ റൂമും കാര്യങ്ങളും അതൊക്കെ എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. എന്തായാലും നമ്മളിതാ മുകളിലെത്തി. മുകളിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതാ ഫുള്ള് ഇങ്ങനെ ഈ ഒരു ടൈപ്പുള്ള മാർബിൾ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെ ടേബിള് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ചെയറുണ്ട് ഇവിടെ. അങ്ങനത്തെ രീതിയിൽ ഒരു ഭാഗം ഒരു കോർണർ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവർ ഈ ഭാഗത്താണ് TV, അതുപോലെ തന്നെ TV ഇരുന്ന് കാണാനുള്ള സോഫ, അതിൻ്റെ കൂടെ ഒരു ടീപ്പോയി, അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വുഡിൽ തന്നെ ഉണ്ട് അത് ചെയ്തിട്ടുള്ളത്. സംഭവം കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇപ്പോഴത്തെ വീടൊക്കെ ഇങ്ങനെയാണല്ലോ വരുന്നത്, നല്ല മോഡലൊക്കെ. കുറച്ച് മുമ്പ് വേറൊരു മോഡലായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ വീടിൻ്റെ മോഡലും ഒക്കെ ഒരു ദിവസം കൂടുന്നതനുസരിച്ച് ഒരു ഇതിങ്ങനെ മാറില്ല. നല്ല നല്ല വെറൈറ്റി ഐറ്റംസ്, ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ നല്ല അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് മുകളിൽ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ 2 ചെയറുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടീപ്പോയി പോലെ ഇങ്ങനെ ശരിക്കും ആസ്വദിച്ചിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഫുഡ് കഴിക്കാനും അതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ പറ്റി രാത്രി കാലങ്ങളിലൊക്കെ നല്ലൊരു സംഭവം ഉണ്ട്. അപ്പോൾ എല്ലാവരും കുടിയിരിക്കലിന് ഇങ്ങനെ വരുന്ന തിരക്കിലാണ്. ശരിക്കും മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോഴത്തെ വ്യൂ അതാണ് കേട്ടോ. താഴെ ഉള്ളത് താഴെയെന്ന് വെച്ചാൽ താഴെ മുറ്റത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടാ. ഫുഡ് എന്ന് വെച്ചാൽ നല്ല പല പല ഐറ്റംസ് ഉണ്ട്. ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ മട്ടൻ കുറുമുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ചില്ലി, സാലഡ്, അതേപോലെ അച്ചാറുകൾ, അങ്ങനെ നല്ല വെറൈറ്റി നല്ല ചൂടോട് കൂടി ഇവരെന്നെ ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പത്തിരി, ചപ്പാത്തി, നൂലപ്പം ആ ടൈപ്സിലുള്ള അതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ചോറായിട്ട് അങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ചായയും കടിയായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് അതും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവനവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കൽ തുടങ്ങി. ഞാൻ കുറച്ച് ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ട് കഴിച്ചത്. ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതി. പൊറാട്ടയൊക്കെ നല്ല ചൂടോട് കൂടി ഇങ്ങനെ കല്ലുമെന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടോട് കൂടി എത്തുമ്പോൾ രസമാണല്ലോ. അങ്ങനെ സംഭവം ഫുഡൊക്കെ നല്ല അടിപൊളി. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പിന്നെ വന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി സംഭവമായിരുന്നു. പിന്നെ ആ പന്തലിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മളെ ക്ലാസ്മേറ്റിനാണ്, അതായത് നമ്മളെ കൂടെയൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ ഇവൻ ബിരിയാണി സെറ്റാക്കി തുടങ്ങുകയാണ്. അതുപോലെ ഒരു ഭാഗത്ത് ഇതാ നെയ്പ്പത്തിരി അതുണ്ടാക്കുന്ന, ഒരു ഭാഗത്ത് പൊറാട്ട ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പോലെ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് സംഭവം. ഇത് ചൂടോട് കൂടി നമ്മൾ പ്ലേറ്റ് കണ്ട് കൊണ്ടുപോയിടുമ്പോൾ അതും ഇത് കണ്ടില്ല, നല്ല നെയ്പ്പത്തിരിയൊക്കെ നല്ല കോരി എടുക്കണത് പോലെ ബിരിയാണി ദമ്മ് പൊട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ നല്ല തിരക്കുണ്ട് ഈ ഒരു ഭാഗത്ത്. ആളുകൾ വന്നിരിക്കണതനുസരിച്ച് ഓല് നമുക്ക് സംഭവങ്ങൾ ഇങ്ങനെ സെറ്റാക്കി തരാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടോട് കൂടി തിന്നാനും പറ്റിയ നല്ലൊരു ഓപ്ഷനായിരുന്നു കേട്ടോ. നല്ല സംഭവം അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ച് കൈ കഴുകാൻ പോകുന്നിടത്തുനിന്ന് തന്നെ നല്ല സെറ്റപ്പും കാര്യങ്ങളും എന്തൊക്കെ സ്വീറ്റ്സ് ആവും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും ഞങ്ങൾ വീണ്ടും ആ വീട്ടിൽ തന്നെ കയറിയിട്ട് വീടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. ആളുകളൊക്കെ വന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് എടുക്കാനൊന്നും വയ്യട്ടാ. അപ്പോൾ നൈറ്റിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വരുന്നൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മുഴുവനായിട്ട് ഉൾഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ഇനി ഒരുപാട് കാണിക്കാനുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. വാഷ് ബേസ് കാര്യങ്ങൾ ഇതൊക്കെ 2-3 ഇപ്പോൾ ഇങ്ങനെയാണല്ലോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇഷ്ടപ്പെട്ട കളറിൽ ഇതിങ്ങനെ കണ്ണാടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെറൈറ്റി ആകും. അതുപോലെ അങ്ങനെ മൊത്തത്തിൽ ഓരോന്നും പ്രത്യേകം കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും വിശാലതയുള്ളതാണ്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ വരുമ്പോൾ നേരിട്ടൊക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ മറ്റത് ഒരുപാട് ആൾക്കാരൊക്കെ ആകുമ്പോഴേ ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. തലേന്ന് വന്ന് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു.
അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ കുടിയിരിക്കലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ വീടൊക്കെ എവിടെയാണ് അതൊക്കെ നാളെ ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പേര് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സ്ഥലം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നുസൈബയുടെയും ഷമ്മാസിൻ്റെയും ഒക്കെ കഥയായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.